ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. മൈൻക്രാഫ്റ്റിൻ്റെ ജാവ വേർഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ജാവ വേർഷനാണ് കളിക്കാൻ പോണത്. ഇപ്പോൾ നമ്മൾ നൈസായിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ന്യൂ വേൾഡ് എടുത്തിട്ട് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഒന്ന് കയറാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സ്പോണായിട്ട് ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ കുറച്ച് കളിച്ച് വെച്ചതാണ്. ഫസ്റ്റ് നമുക്ക് ഓരോ ബട്ടൺ പരിചയപ്പെടാം. അത് നമുക്ക് ഡ്യൂബൊക്കെ എടുക്കാം. ഡ്യൂബക്കിൽ ഇപ്പോൾ കാണിക്കുന്ന വേർഷനും സെർവറിൻ്റെ കാര്യങ്ങളെല്ലാം സ്പ്ലിറ്റ് എല്ലാം കാണിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഇത് കണ്ട, ഇത് ബ്ലോക്കിനെ പോയിൻ്റ് ചെയ്തേക്കുന്നതാണ്. പക്ഷേ ഈ സാധനം കളയാൻ പറ്റുമെങ്കിൽ കാരണമാണ് ഞാനത് മൈൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് പൊടിയുണ്ട്. ഇത് എല്ലാ ബ്ലോക്കിനും എങ്ങനെയാണ് കാണിക്കണേ, മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് നോക്കണം. റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിമൂവ് എന്താണ്. പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും വഴിയെ. ഇറ്റ്സ് കമ്മിങ് സൂൺ. ഓക്കെ, നമുക്കടുത്തത് ചാറ്റ് ബോക്സ് നോക്കാം. ചാറ്റ് ബോക്സ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല. ചാറ്റ് ബോക്സിൽ നമ്മൾ കീബോർഡ് എടുക്കണം. കീബോർഡ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കീബോർഡിൻ്റെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ ചാറ്റ് ബോക്സ് കളയാനായിട്ട് നമ്മൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കളഞ്ഞാൽ അത് പോകും. പിന്നെ ഈ ടാബ്, അത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇനി അടുത്തായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് തേർഡ് എന്നുള്ളതാണ്. അതാണ് അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാരക്ടറിൻ്റെ ഇങ്ങനെ ഇൻ്റർഫേസ് സെക്കൻഡ് പേഴ്സൺ അങ്ങനെ നമുക്ക് സ്വിച്ച് ആവും. ഇതാണ് തേർഡ് പേഴ്സൺ. ഇതാണ് എൻ്റെ ക്യാരക്ടർ. അടിപൊളിയല്ലേ, സീനല്ലേ? ഓക്കെ, നമുക്ക് വഴിയെല്ലാം നോക്കാം. എൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഈ PRI എന്ന് കൊടുത്തേക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തേർഡ് മാറ്റാം. ഓക്കെ, ഇത് ബ്ലോക്ക് പൊട്ടിക്കാനായിട്ട് ഞാൻ PRI ഞെക്കാണ്ട് എടുക്കാൻ കണ്ട, ഞെക്കാതാണ് ഞാനിപ്പോൾ എടുത്തത്. ഇനിയിപ്പോൾ PRI ഞെക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫാസ്റ്റായിട്ട് എടുക്കാൻ പറ്റും. അതാണ് ഈ PRI എന്ന് കൊടുത്തേക്കാണ് ഇതിൻ്റെ ഉപയോഗം. ഓക്കെ, നിങ്ങൾക്ക് അല്ലാണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം എടുക്കും. വെറുതെ വെച്ച് കണ്ട, ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വെച്ചാലും വെറുതെ വെക്കാം. ബട്ട് PRI വെച്ച് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഇതായിരിക്കും. അത് PRI എന്ന് പറയുന്നത് നമുക്ക് മൈൻഡ് ചെയ്യാൻ, അറ്റാക്ക് ചെയ്യാൻ, അങ്ങനത്തെ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഇൻവെൻട്രി, പിന്നെ ഇത് പ്ലേസ് ചെയ്ത് ഇപ്പോൾ സാധാ പ്ലേസ് ചെയ്തതാണ്. SCC വെച്ചിട്ട് നമുക്ക് വേഗം അത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. അത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് PRI. പിന്നെ ഈ സെക്ക് എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, ആ സെക്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാനുള്ളതാണ്. പൊട്ടിച്ചോളട്ടെ, എടുക്കട്ടെ. PRI എന്ന് കൊടുത്തേക്കുന്നത് ഇങ്ങനെ അടിച്ചെടുക്കാനോ ഇങ്ങനെ അടിച്ച് പൊട്ടിക്കാനോ ഒക്കെ ഉള്ളതിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ സെക്ക് എന്നുള്ളതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞത്, സെക്ക് എന്നുള്ളത് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഞാനിവിടെ ചേർത്താണ്. ബാക്കിയുള്ള എല്ലാ മൈൻക്രാഫ്റ്റിൻ്റെ ഓരോ ഇവൻറ്റ്സും കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവന്മാരായിട്ടുള്ള വീഡിയോസും ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വഴിയെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ എന്തായാലും സബ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.